ഗുണ്ടിൽപേട്ട് കംപ്ലീറ്റ് സൂര്യകാന്തി പാടമാണത്രേ. എന്നാ പിന്നെ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ, നമുക്ക് പോയി കണ്ടാലോ? അങ്ങനെ വയനാട്ടിൽ നിന്ന് സൂര്യകാന്തി പാടം കാണാനുള്ള യാത്ര തുടങ്ങി. ഇങ്ങനൊരു സംഭവം ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുവാണ് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മഴയൊന്നുമില്ല, പക്ഷെ 1 മീറ്റർ അപ്പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴയും. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു റെയിൻകോട്ട് മേടിച്ചിട്ട് പോയി. അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിൽ മൃഗങ്ങളെ തപ്പി പോവാണ് കേട്ടോ. കുറച്ചു ദൂരം പോയപ്പോ ആളുകളൊക്കെ വണ്ടി നിർത്തിട്ടേക്കുന്നത് കണ്ടു. എന്താ സംഭവം എന്ന് നോക്കിയപ്പോഴാണ് ഒരാന. ഫസ്റ്റ് ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ സ്ഥിരം കാണുന്ന ഒരു പാവ ആനക്കുട്ടിയാണെന്ന് മനസ്സിലായപ്പോ മിണ്ടാണ്ട് പോയി. പോകുന്ന വഴിയിൽ ഒരു ചായയും കുടിച്ച് നേരെ ഗുണ്ടിൽപേട്ടെത്തി. ഗുണ്ടിൽപേട്ട് എത്തിയത് മുതൽ റോഡ് സൈഡ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ റോഡ് സൈഡുള്ള ഫ്ലവേഴ്സ് ഒക്കെ ചെറിയ സ്പേസിലാണ്. പക്ഷെ നമ്മൾ കുറച്ചുള്ളിലേക്ക് പോയാൽ അവിടെ കുറച്ച് കൂടുതൽ പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഗുണ്ടിൽപേട്ട് നിന്നും 14 കിലോമീറ്റർ അകലെയുള്ള ഗോപാലപുര എന്ന ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ഒരുപാട് കൃഷിത്തോട്ടങ്ങളും മലനിരകളും ഒക്കെയായി അതിമനോഹരമായ ഒരു ഗ്രാമം. നമ്മുടെ ഗോപാൽസ്വാമി ഹിൽസിന്റെ താഴ്വരയിലാട്ടോ ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇതിനു ചുറ്റും ബന്ദിപ്പൂർ ടൈഗർ റിസർവെയർ ആണ്. ഇതിനടുത്താണ് കേട്ടോ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക് മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ. ഇവിടെ പാടത്തോട്ട് കയറാൻ ഒരാളിൽ നിന്ന് 10 രൂപ മാത്രം കേട്ടോ അവർ മേടിച്ചത്. അങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്ന കാഴ്ചകളും കണ്ട് കുറെ നല്ല ഫോട്ടോസും എടുത്ത് തിരിച്ചു മടങ്ങി. അങ്ങോട്ട് പോയപ്പോ ഒരു ആനയാണ് കണ്ടതെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കൂട്ടം ആനക്കുട്ടികളെ കണ്ടുട്ടോ. ആ ഒരു ആവേശത്തിന് വണ്ടിയും സ്ലോ ആക്കി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും കർണാടക ഫോറസ്റ്റുകാര് വണ്ടി തടഞ്ഞിട്ടു. ഈ കാട്ടിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല അത്രേ. ഞാൻ പറഞ്ഞു ഞാൻ വലിയൊരു വ്ളോഗറാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെയാണ് നോക്കുന്നത് എന്നൊക്കെ. പക്ഷെ അതിനൊക്കെ പുള്ളി പറഞ്ഞ മറുപടി, ആന കുത്താൻ വരുമ്പം ആനയോട് ഞാൻ വ്ളോഗറാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന. തെറ്റ് നമ്മുടെ ഭാഗത്തായതുകൊണ്ട് ഞാൻ പിന്നെ തർക്കിക്കാനൊന്നും നിന്നില്ല. ഇനി ഇത് ആവർത്തിക്കില്ല, ലാസ്റ്റ് ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് മുങ്ങി. അവിടുന്ന് കുറച്ചു മുന്നോട്ട് വന്നപ്പോ ഒരു കൂട്ടം മാനുകള്. പിന്നെയും എന്റെ കൈ ഫോണിലോട്ട് തന്നെ പോയി. ഫോറസ്റ്റുകാർ നമ്മുടെ മുന്നിലേക്ക്. ഞാനും ഫോറസ്റ്റുകാരും ചേരത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഫോൺ ഓഫ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയി. അതുകൊണ്ട് മാത്രം ഇന്ന് ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോ ഓക്കെ, ബൈ.